ഈ ഒരു തിരിച്ചുവരവ് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എല്ലാം കൈവിട്ടു പോകുന്ന കരുതിയതാ. ഇനി എല്ലാത്തിനെയും അല്പം കൂടി ചേർത്ത് പിടിക്കണം. ഒന്നിനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. ഭദ്രേട്ടാ, ഭദ്രേട്ടാ, എന്താ കുഞ്ഞോളെ, എന്തിനാ വിളിച്ചേ? ആ വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഏട്ടൻ നടത്തി കഴിഞ്ഞോ? ഭദ്രേട്ടനെ വിശ്വസിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഇത് മലമറിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. ചെറുക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ വെച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കണം. പൂക്കൾ കൊണ്ട് അത് അലങ്കരിക്കണം. ആ ബാക്കിയൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് അതൊക്കെ കാറ്ററിംഗ് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കുഞ്ഞോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഭദ്രേട്ടൻ എല്ലാം നോക്കി ചെയ്താൽ മതി. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. എന്നാലും ജയേട്ടനെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല. ഗസ്റ്റുകളോട് തമാശയൊക്കെ പറഞ്ഞ് അവരോടൊപ്പം ചിരിച്ചുകൊണ്ട് നടക്കാൻ മാത്രമേ ജയേട്ടനെ കൊണ്ട് പറ്റൂ. അല്ലെങ്കിൽ വല്ല ഗാർഡൻ ഒരുക്കുന്ന പണിയും കൊടുക്കണം. അത് വെടിപ്പോടെ ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭദ്രേട്ടൻ വേണം കൃത്യമായിട്ട് നോക്കി നടത്താൻ. ഒന്നിനും ഒരു ടെൻഷൻ വേണ്ട കുഞ്ഞോളെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയോളാം. ഈ പരിപാടി ഗംഭീരമാകുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എങ്ങനെയും അർജുനും മനസ്സുമായിട്ടുള്ള കല്യാണം നടത്താൻ. അതിനുശേഷം ഇതെല്ലാം സ്വന്തമാക്കി കൊഴുപ്പിച്ച് ഗംഭീരമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആഹാ, ആളങ്ങ് മിടുക്കിയായല്ലോ. കല്യാണി, യു ആർ പെർഫെക്റ്റ് നൗ. ഇനി വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഹോസ്പിറ്റൽ ബില്ല്? ബില്ലൊക്കെ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ജയരാമൻ സാറ്. മാത്രമല്ല കല്യാണിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ സന്തോഷം കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിന്റെ ഒരു വലിയ ഷെയറും കൂടി സാർ എടുത്തു. ആളൊരു വലിയ മനുഷ്യനാകട്ടോ. സിസ്റ്ററെ, നാളെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്തോ കേട്ടോ. ഓക്കെ ഡോക്ടർ. കല്യാണി, ഞാൻ ടാബ്ലറ്റ് ഒന്നും എഴുതുന്നില്ല. പിന്നൊരു കാര്യം, നാടകത്തിൽ അഭിനയിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ കേട്ടോ. ഇനിയും ആവേശം മൂത്ത് ഒറിജിനൽ വിഷമൊന്നും എടുത്ത് കുടിച്ചേക്കരുത്. വേണമെങ്കിൽ നാളെ ഒരു ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ മുതൽ കോളേജിലും പോവാം. ഓക്കെ, അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സിസ്റ്റർ വന്നേ.
സത്യം പറഞ്ഞ ഇതൊരു പുനർജന്മല്ലേ അമ്മേ? ഒരു ജീവിതം ഏതാണ്ട് അവസാനിച്ച് പുതിയ ജീവിതം ആരംഭിച്ചതുപോലെയല്ലേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ? ഈ ഒരു തിരിച്ചുവരവ് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എല്ലാം കൈവിട്ടു പോകുന്നു കരുതിയതാ. ഇനി എല്ലാത്തിനെയും അല്പം കൂടി ചേർത്ത് പിടിക്കണം. ഒന്നിനെയും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. അവിടെ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് എഴുതിയ ഡയറി എന്റെ മനസ്സാ. അത് എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് വായിക്കാൻ കൊടുക്കണം. ദക്ഷയും മഹിയുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ ചിന്നു അറിയാൻ പാടില്ല. നമ്മൾ നിസ്സാരമായി കരുതിയ ആളുകള് അതിൽ എത്രയോ വലുതായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോ ദൈവം മനഃപൂർവ്വം എനിക്ക് ഇങ്ങനൊരവസ്ഥ തന്നതായിരിക്കും. അല്ലെങ്കിൽ പലരുടെ ആത്മാർത്ഥത ഞാൻ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നല്ലോ. ചിന്നു, 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 ചിന്നു. അമ്മ, ഞാൻ ചിന്നു കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല.